സത്യഭാമ നിരഞ്ജനുണ്ടോ? ആ ഉണ്ട്. ഡോക്ടർ വിളിക്കുന്നുണ്ട്, അകത്തേക്ക് ചെല്ലൂ. ഓക്കെ. സത്യഭാമ, നിരഞ്ജൻ, നിങ്ങൾ രണ്ടുപേരും വളരെ കാമായിട്ട് വേണം ഇത് കേൾക്കാൻ. ഭാമയുടെ റിസൾട്ട് വന്നിട്ടുണ്ട്. വി ആർ റിയലി സോറി. തനിക്ക് പ്രഗ്നന്റ് ആവാൻ സാധിക്കില്ല. കാം ഡൗൺ പ്ലീസ്. ഇത് നിങ്ങൾക്കൊരു ഷോക്കിംഗ് ന്യൂസ് ആയിരിക്കും. ബട്ട് തന്റെ യൂട്രസിന് ഒരു കുട്ടിയെ ഗർഭം ധരിക്കാനുള്ള ശേഷിയില്ല. വി ആർ സോറി. വി ആർ സോറി അബൌട്ട് ദാറ്റ്. ഇല്ല, നോ, ഇല്ല, ഇല്ല. ഭാമേ, എന്ത് പറ്റി? ഒന്നുമില്ലേട്ടാ. എന്താടാ, എന്താ പറ്റിയേ? അത് ഞാനൊരു സ്വപ്നം കണ്ടതാ. നീ ആവശ്യമില്ലാത്തൊന്നും ആലോചിക്കാതെ വന്ന് കിടക്കാൻ നോക്ക്. ഏട്ടാ, ഏട്ടൻ എന്നോട് ഇപ്പോഴും ഇഷ്ടമുണ്ടോ? നീ എന്താ അങ്ങനെ ചോദിച്ചേ? ദേ നോക്കു ഭാമേ, നിന്നെ അല്ലാതെ വേറെ ഒരാളെ എനിക്ക് എന്റെ മനസ്സിൽ പോലും കയറ്റാൻ പറ്റില്ല. നീ എന്റെ പെണ്ണാടി, എന്റെ മാത്രം. അമ്മേ, അമ്മേ. എന്താടാ ഈ വിളിച്ചു കൂട്ടുന്നേ? അമ്മ ഭാമയെ കണ്ടോ? ഓ, അവളിപ്പോ എവിടാണേലും നിനക്കെന്താ? അമ്മ, ഞാൻ ചോദിച്ചതിന് മറുപടി പറയേ. കണ്ടെങ്കി കണ്ടെന്ന് പറ, ഇല്ലെങ്കി ഇല്ലാന്ന് പറ. ഇതൊരുമാതിരി. ഓ, ഭാര്യയെ പറഞ്ഞപ്പോ പിടിച്ചില്ല. ആ, ഇല്ല. അമ്മ തന്നെ അല്ലേലും ഇങ്ങനൊക്കെ പറയണം. സ്വന്തം മോളാന്ന് പറഞ്ഞായിരുന്നല്ലോ അമ്മ അവളെയും കൊണ്ട് നടന്നത്. ഇപ്പൊ എന്താ സ്നേഹമൊന്നും ഇല്ലേ? നിന്നോട് വഴക്ക് പിടിക്കാൻ ഞാനില്ല. അവള് ചിലപ്പം അമ്പലത്തിൽ പോയി കാണും. അതങ്ങ് ആദ്യം പറഞ്ഞാ പോരെ അമ്മയ്ക്ക്. ദേ നിരഞ്ജ, നീ അവളുടെ പേരിൽ എന്നോട് വഴക്ക് പിടിക്കാൻ വരല്ലേ. ഒന്നാമത് അവള് കാരണം ഒരു സന്തോഷമില്ല. അതിന്റെ ഇടയ്ക്കാ നീ. അമ്മ, അവള് വേണ്ട, മതി, നിർത്തിക്കോ. എനിക്കിനി വയ്യ പറയാൻ. ആ പിന്നെ, ഞാൻ ആ ശ്രീധരനില്ലേ, മറ്റേ ബ്രോക്കർ, അയാളോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. നീ നിന്നാ നമുക്ക് നിനക്ക് ഇഷ്ടമുള്ള കുട്ടിയെ നോക്കാം. അമ്മേ, താലി കെട്ടിയ പെണ്ണ് വീട്ടിലുള്ളപ്പം ഞാൻ മറ്റൊരു പെണ്ണിനെ കല്യാണം കഴിക്കണമെന്ന് പറയാൻ അമ്മയ്ക്ക് എങ്ങനെ തോന്നി? അതിനിപ്പോ എന്താ, അവള് നിന്നോടെല്ലാം പറഞ്ഞതല്ലേ. അവൾക്ക് ഇതിനൊരു കുഴപ്പമില്ല. പിന്നെ നിനക്കെന്താ പ്രശ്നം? മോനെ, അമ്മ നിന്റെ നല്ലതിന് വേണ്ടിയല്ലേ പറയുന്നേ. നമ്മുടെ വീട്ടിലൊരു ഉണ്ണിക്കാല് കാണാനല്ലേ അമ്മ ഈ പെടാപ്പെടൊക്കെ ചെയ്യുന്നേ. ശരി, അമ്മ പറയുന്ന പോലെ എന്താന്ന് വെച്ചാ ചെയ്തോ. അവളെ ഓരോന്ന് പറഞ്ഞ് അമ്മ മയക്കി വെച്ചേക്കുവല്ലേ. ഇനി ഞാനൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പക്ഷേ എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്ത്? ഞാൻ വേറെ ഒരുത്തെ കെട്ടിയാലും ഭാമ അവൾ ഇവിടെ ഉണ്ടാവണം. ഇപ്പം കിട്ടുന്ന പെണ്ണിനെ എനിക്ക് ഭാമയുടെ സ്ഥാനത്ത് കാണാൻ കഴിയില്ല. പിന്നെ അവളോട് പറഞ്ഞേക്കണം, ഒരു കുഞ്ഞിനെ തരാൻ മാത്രമായിരിക്കും അവൾ ഇവിടെ വീട്ടിൽ കഴിയുന്നത്, അല്ലാതെ ഭാര്യ പദവിക്കായിരിക്കില്ല. പിന്നെ കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ അവൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ആ കുഞ്ഞിന്റെ മേല് ഒരു അവകാശവും പറഞ്ഞുകൊണ്ട് വരാനും പാടില്ല. ഇതൊക്കെ ഓക്കെ ആകുന്ന ഒരു പെണ്ണിനെ അമ്മ കണ്ടുപിടിച്ച ഞാൻ കേട്ടാ. ഷേ, ഇതെല്ലാം പറഞ്ഞാൽ ഏത് പെണ്ണ ഇവനെ കെട്ടുക? ഞാനിപ്പോ എന്താ ചെയ്യേണ്ട ഈശ്വര? എന്റെ ഭഗവാനെ, ഇനി എനിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയില്ല. എന്നും ഇവിടെ വന്നല്ലേ ഞാൻ എന്റെ സങ്കടങ്ങൾ പറയാറ്. അമ്മ ആണേൽ ഏട്ടനെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കാൻ നോക്കുന്നുണ്ട്. ഒരു കണക്കിന് അതും നല്ലതല്ലേ. പക്ഷേ ഇതിനെല്ലാം ബലിയാടാവുന്നത് പാവം എന്റെ ഏട്ടനാ. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ ഒന്നും ആവില്ലായിരുന്നു. ഞാനും ഏട്ടനും അമ്മയും ഞങ്ങളുടെ കുഞ്ഞും സന്തോഷത്തോടെ ജീവിച്ചേനെ. പക്ഷേ അതിനുള്ള ഭാഗ്യം എനിക്കില്ലാണ്ടായി പോയല്ലോ. ഞാനിനിയിപ്പം എന്താ ചെയ്യാ? നീ തന്നെ എനിക്കൊരു വഴി കാണിച്ചു തരണേ എന്റെ ഭഗവാനെ. എന്നെ ഈ സങ്കടത്തിൽ നിന്ന് ഒന്ന് രക്ഷിക്കണേ. മോളെ, ദാ പ്രസാദം. മോൾ ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട. എല്ലാം അറിയുന്ന ദൈവം മോൾക്ക് നല്ലതേ വരുത്തൂ. ദേ, ഈ തൊട്ടില് മോള് ആ ആൽമരത്തിൽ കെട്ടണം. മോളുടെ സങ്കടങ്ങളെല്ലാം മാറും.
നല്ലൊരു ജീവിതം മോളെ കാത്തിരിപ്പുണ്ട്. ആ ജീവിതത്തിൽ മോൾക്ക് ഒരിക്കലും സങ്കടങ്ങൾ ഉണ്ടാവില്ല. ഉവ്വ തിരുമേനി. എന്റെ ഭഗവാനെ, എനിക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കണേ. വസുന്ധരാമ എന്തിനാ കാണണമെന്ന് പറഞ്ഞേ? ആ ശ്രീധര, അത് വേറൊന്നുമല്ല, എന്റെ മോന് ഒരു പെണ്ണിനെ വേണം. അപ്പം തന്റെ കയ്യിൽ നല്ല പെൺകുട്ടികളുണ്ടോ എന്ന് അറിയാനാ ഞാൻ തന്നെ വിളിപ്പിച്ചത്. പക്ഷേ ഇവിടുത്തെ കുട്ടി കല്യാണം കഴിച്ചതല്ലേ? അതെ, പക്ഷേ ഇപ്പൊ ആ ബന്ധമില്ല. അതെന്ത് പറ്റി? തനിക്കെല്ലാം അറിഞ്ഞാലേ കാര്യം ചെയ്യാൻ പറ്റൂ. അങ്ങനല്ല വസുന്ധരാമേ, ഞാൻ ചോദിച്ചേ ഉള്ളൂ. അമ്മേ, ഇതാ പ്രസാദം. ഓ ശല്യം, വേണ്ട, എനിക്ക് നിന്റെ പ്രസാദം ഒന്നും വേണ്ട. അകത്ത് കയറി പോവാമേ. ചെല്ല്. അല്ല വസുന്ധരാമേ, ഇതല്ലേ മോൻ കെട്ടിയ കുട്ടി? സ്വന്തം ഭാര്യ നിൽക്കെ മറ്റൊരു കുട്ടിയെ എങ്ങനെയാ വസുന്ധരാമേ കല്യാണം കഴിക്കുക? എന്റെ മോൻ അവളെ വേണ്ട. എനിക്കും ഉടനെ തന്നെ ബന്ധം ഏർപ്പെടുത്താനുള്ള തയ്യാറെടുപ്പുകൾ നടക്കുന്നുണ്ട്. അല്ല, അത് പിന്നെ തന്നോട് പറഞ്ഞ പണി താൻ അങ്ങോട്ട് ചെയ്യ്, അല്ലാതെ ഞങ്ങളുടെ കുടുംബക്കാര്യത്തിൽ താൻ തലയിടണ്ട. ഇനി തന്റെ കയ്യിൽ പെണ്ണില്ലെങ്കിൽ വേണ്ട, ഞാൻ വേറെ ബ്രോക്കർമാരെ വിളിച്ചോളാം. അയ്യോ, അങ്ങനൊന്നുമല്ല. ദേ നോക്കി, എന്റെ കയ്യിലുണ്ട്. അല്ല, ചെക്കൻ രണ്ടാം കെട്ടല്ലേ, അപ്പം പെണ്ണും അങ്ങനെ ആയാൽ കുഴപ്പമുണ്ടോ? അതില്ല, എങ്ങനെയും നല്ല തറവാട്ടിലുള്ള കുട്ടിയായാൽ മതി. എന്നാ പിന്നെ ഇതൊക്കെ നോക്കിയാട്ടെ. അല്ല, ഈ കുട്ടി? അയ്യോ വസുന്ധരാമേ, ഇത് നമ്മുടെ കൈമൾ മാഷിന്റെ മോളാ, വിദ്യ. ആഹാ, ഈ കുട്ടിയുടെ കല്യാണം ആയോ? ഇല്ലെന്നേ, കുട്ടിക്ക് അങ്ങോട്ട് ആരെയും പിടിക്കാറില്ല. എന്നാ ഈ കുട്ടി ഒന്ന് ആലോചിക്ക്. അല്ല, ഇവിടുത്തെ കാര്യം പറയണ്ടേ? ഒന്ന് പറഞ്ഞു നോക്ക്. ആ, ഞാൻ ശ്രമിക്കാം. എന്നാ ഞാൻ അങ്ങോട്ട്. മോനെ നിരഞ്ജ. ആ, എന്താ അമ്മ? ഞാനൊന്ന് അമ്പലം വരെ പോവാ. ആ, പോയിട്ട് വാ അമ്മ. ബാമേ, ബാമേ, ആ നീ ഇവിടെ നിൽക്കുവാണ്. ആ ഏട്ടാ, ദേ അമ്മ ഇവിടെ ഉണ്ട്, മാറി നിൽക്കേ. അമ്മ എങ്ങാനും കണ്ട? അതിന് അമ്മ ഇവിടെ ഇല്ലല്ലോ. അമ്മ എവിടെ പോയി? അമ്മ അമ്പലം വരെ പോയി. എന്തിനാണാവോ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി പോകുന്നത്? ഏട്ടാ, അങ്ങനൊന്നും പറയല്ലേ. അമ്മ നല്ലതിനു വേണ്ടി മാത്രമേ പ്രാർത്ഥിക്കൂ. ഓ, അതുകൊണ്ടാണല്ലോ എന്നെ വേട കെട്ടിക്കാൻ നോക്കുന്നേ. അതിന് കൂട്ടുപിടിച്ച് നീയും. തൊട്ടാവാടി, അപ്പ കരഞ്ഞോളും. ദേ, എനിക്ക് നീയല്ലേ ഉള്ളൂ. നിന്നല്ലാതെ മറ്റൊരു പെണ്ണിനെ എനിക്കങ്ങനെ സങ്കല്പിക്കാൻ പോലും കഴിയില്ല. അപ്പൊ എനിക്ക് പറ്റുമെന്ന് ഏട്ടൻ വിചാരിക്കുന്നേ? എനിക്ക് ഏട്ടനെ ആർക്കും കൊടുക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ ഇത് വേണ്ട, ഇനിയൊന്നും പറയണ്ട. എന്തായാലും അമ്മയ്ക്കൊരിക്കലും എനിക്ക് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല. അതെന്താ? അതൊക്കെയുണ്ട്. അതുകൊണ്ട് പൊന്നുമോള് ഈ പണിയൊക്കെ നിർത്തിവെച്ചിട്ട് കുറച്ചു നേരം എന്റെ കൂടെ ഇരിക്കെ. അയ്യോ, ഇതൊന്നും തീർത്തില്ലേ അമ്മ വഴക്ക് പറയും. അമ്മ ഒന്നും പറയില്ല, നിന്നെ ഞാൻ സഹായിച്ചാ പോരെ. അല്ല, അപ്പൊ ഏട്ടൻ ഓഫീസിൽ പോകണ്ടേ? ഓ, ഇന്ന് ഞായറാഴ്ചയാടി കഴുതേ. ഇന്ന് എനിക്ക് റെസ്റ്റാ. സോ നീ വാ. എങ്ങോട്ട്? നമ്മുടെ മണിയറയിലേക്ക്. എനിക്ക് നിന്നെ സ്നേഹിച്ച് മതിയായില്ല. ഇനി എന്തായാലും അമ്മ വരാൻ താമസിക്കും. അതുവരെ നമുക്ക് സ്നേഹിച്ചിരിക്കാടി. അയ്യേ, പോ മനുഷ്യ. ആഹാ, മര്യാദയ്ക്ക് പറഞ്ഞ കേൾക്കൂല അല്ലേ? നിന്നെ ഉണ്ടല്ലോ ഞാൻ. ഏട്ടാ ഏട്ടാ, വീട്ട്. അയ്യോ, അമ്മേ ഭഗവതി, ഞാൻ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊക്കെ സാധിച്ചു തരണേ. അയ്യോ, ഇതാ കുട്ടിയല്ലേ? മോളെ, വിദ്യമോളെ. ആ അമ്മേ. മോൾക്ക് എന്നെ അറിയുവോ? ആ, നിരഞ്ജന അമ്മയല്ലേ? ആ, എന്റെ മോനെ എങ്ങനെ അറിയാം? നിരഞ്ജന കോളേജിലാ ഞാനും പഠിച്ചേ. ഞങ്ങള് ക്ലാസ്മേറ്റ് ആയിരുന്നു. ഓ, അങ്ങനാണല്ലേ. അല്ല, നിരഞ്ജന കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞു. ആ,
എന്ത് ചെയ്യാനാ മോളെ, എൻ്റെ മോനൊരു അബദ്ധത്തിൽ പെട്ടുപോയില്ലേ. അബദ്ധവോ? എന്ത്? ആ മോളെ, എൻ്റെ മോനിപ്പം തീരാ സങ്കടത്തിൽ ഇരിക്കുക. അയ്യോ, നിരഞ്ജൻ എന്ത് പറ്റി? പറയമ്മേ. എന്ത് ചെയ്യാനാ മോളെ, അവൻ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണ് അവൾ സ്വത്തിനൊക്കെ വേണ്ടിയാ മോളെ എൻ്റെ മോനെ കല്യാണം കഴിച്ചത്. പണത്തെ മാത്രം മോഹിച്ച അവൾക്ക് ദൈവം ശിക്ഷ കൊടുത്തു. പക്ഷേ അതെൻ്റെ മോനും കൂടി അനുഭവിക്കേണ്ടി വരുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അതെന്താ അമ്മേ? എന്ത് ചെയ്യാനാ മോളെ, അവൾക്കൊരു കുട്ടിയെ പ്രസവിക്കാനുള്ള ശേഷിയൊന്നുമില്ല. പക്ഷേ അതിന് അവൾക്ക് സന്തോഷമേ ഉള്ളൂ. പണം കൊണ്ട് ജീവിക്കാലോ അവൾക്ക്. എന്നാൽ ഒരച്ഛൻ അവൻ കൊതിച്ചിരുന്ന എൻ്റെ മോന് അവനിപ്പോൾ ഒരുപാട് വിഷമത്തിലാ മോളെ. അയ്യോ, ഇതൊന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല അമ്മേ. എന്ത് ചെയ്യാനാ മോളെ, ഇതൊന്നും ആർക്കും അറിയില്ല. ആരോടും അവനങ്ങനെ അവൻ്റെ സങ്കടങ്ങൾ പറയാറില്ല. എല്ലാം ഉള്ളിൽ ഒതുക്കി കഴിയുക എൻ്റെ കുട്ടി. അതുകൊണ്ട് ഞങ്ങൾ ഈ ബന്ധം വേർപ്പെടുത്താൻ നോക്കുക മോളെ. പക്ഷേ അവള് പോകുന്ന ലക്ഷണമൊന്നും കാണിക്കുന്നില്ല. അവൾക്ക് ഞങ്ങളുടെ പണം വേണമല്ലോ. അതുകൊണ്ട് എൻ്റെ മോന് വേറൊരു കല്യാണം ഞങ്ങൾ നോക്കുന്നുണ്ട്. എങ്ങനെ അവളെ ഒഴിവാക്കണം, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. ഏൽക്കുന്നുണ്ട്. എന്തായാലും മോളോട് ഇത്രയും പറഞ്ഞപ്പോൾ ഒരാശ്വാസമുണ്ട്. ഞാനെന്നാ വരട്ടെ മോളെ, പിന്നെ എപ്പോഴേലും കാണാം. ശരി അമ്മേ. അച്ഛാ. ആ മോളെ, ദേ നിനക്ക് കുറച്ച് ചെക്കന്മാരുടെ ഫോട്ടോസ് കൊണ്ടുവന്നിട്ടുണ്ട് ആ ശ്രീധരൻ. മോള് അതിനകത്ത് നോക്കി ഒരാളെ പറ. അച്ഛാ, എനിക്കിപ്പോ കല്യാണം ഒന്നും വേണ്ട. അത് പറ്റില്ല. എന്റെ കാലം കഴിഞ്ഞ പിന്നെ നിനക്ക് വേറെ ആരുണ്ട്? അതുകൊണ്ട് മോള് പോയി നോക്ക്. മോൾക്ക് ഇഷ്ടപ്പെടുന്ന ആളെ മോള് കല്യാണം കഴിച്ചാ മതി. വേറെ ഒന്നും അച്ഛൻ പറയില്ല. ശരി. എന്നാലും നെഞ്ച, നിനക്ക് ഈ ഗതി വന്നല്ലോ. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ഒരു പക്ഷേ ഞാൻ എന്റെ ഇഷ്ടം പറഞ്ഞിരുന്നുവെങ്കിൽ നിനക്കിങ്ങനെ ഒന്നും ഉണ്ടാവില്ലായിരുന്നു അല്ലേ? നിന്റെ കല്യാണത്തിന് ഞാൻ വരാഞ്ഞത് നീ മറ്റൊരാളുടെ സ്വന്തമാകുന്നത് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റാത്ത കൊണ്ടാ. എന്തായാലും എന്റെ അച്ഛനെ കൂടി തോറ്റു. ഇതിലിപ്പോ ഞാൻ ആരെയാ നോക്കുക? അച്ഛാ, അച്ഛാ. ആ പറയും മോളെ. എനിക്ക് ഇയാളെ മതി. ആരാ മോളെ? അയ്യോ, ഇത് നിരഞ്ജനല്ലേ? അതെ അച്ഛാ. മോളെ, പക്ഷേ ഇവനൊന്ന് കെട്ടിയതല്ലേ, പിന്നെങ്ങനെ? അതച്ഛാ, ഞാനിന്ന് വസുന്ധരാമെ കണ്ടായിരുന്നു. എന്നാലും മോളെ, നീ ഒരു രണ്ടാം കെട്ടുകാരനെ എങ്ങനെ? അച്ഛാ, അച്ഛനെല്ലാം അറിയാലോ. എനിക്ക് നിരഞ്ജനെ ഇഷ്ടമാ. ഇത് ചിലപ്പം ഭഗവതി തന്നെ എനിക്ക് എന്റെ ചെക്കനെ തിരിച്ചു തന്നതാണേലോ. പക്ഷെ മോളെ. അച്ഛാ, മടുത്തൊന്നും പറയല്ലേ. ഞാൻ കെട്ടുവാണേ നിരഞ്ജനെ കെട്ടു. വേറെ ആരെയും ഞാൻ വിവാഹം കഴിക്കില്ല. അല്ല ഏട്ടാ, ഏട്ടൻ പറഞ്ഞില്ലേ അമ്മ ഒരിക്കലും ഏട്ടന് പറ്റിയ പെണ്ണിനെ കണ്ടുപിടിക്കില്ലാന്ന്? അതെന്താ അങ്ങനെ പറഞ്ഞേ? അതുണ്ടല്ലോ പിന്നെ, ഞാൻ അമ്മയുടെ അടുത്ത് കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞു. ആ കണ്ടീഷൻ കേട്ടാ ഒരു പെണ്ണും പിന്നെ എന്നെ കെട്ടാൻ വരില്ല. പക്ഷേ ഏട്ടാ, അപ്പം നമുക്കൊരു കുഞ്ഞ്. ദേ വാമേ, മതി, നിർത്തിക്കോ. ദേ, നിനക്ക് ഞാനും എനിക്ക് നീയും മാത്രം മതി. വേറെ ആരും വേണ്ട. നിന്നെ അല്ലാതെ വേറെ ഒരാളെയും എനിക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. അത്രയ്ക്ക് ജീവനാ നീ എനിക്ക്. ഏട്ടാ. മോനെ നിരഞ്ജ, മോനെ. ആ അമ്മേ, എന്താ? മോനെ, ഭഗവതി എന്റെ പ്രാർത്ഥന കേട്ടു. നിനക്കൊരു പെണ്ണിനെ കിട്ടിയിട്ടുണ്ട്. അമ്മ എന്താ ഈ പറയുന്നേ?
അതെ മോനെ, നമ്മുടെ കൈമൾ മാഷിന്റെ മോളില്ലേ വിദ്യ, അവള്. ഏത് വിദ്യയോ? അവളെങ്ങനെ? അല്ല, അമ്മ അവളോട് എന്റെ കണ്ടീഷൻസ് ഒക്കെ പറഞ്ഞായിരുന്നോ? അത് ഞാൻ പറഞ്ഞു, അവൾക്ക് അതൊന്നും ഒരു കുഴപ്പമില്ല, അവൾക്ക് ഓക്കെയാടാ. ശ്രീധരൻ ഇത് വിളിച്ചു പറഞ്ഞപ്പം എനിക്ക് സന്തോഷായി. ഇനി ജോത്സനെ കണ്ട് മുഹൂർത്തം കുറിച്ച് ഉടനെ തന്നെ കെട്ട് നടത്തണം. അമ്മേ, അത് ഞാൻ... ദേ, നീ എനിക്ക് വാക്ക് തന്നതാ, ഇനി അത് മാറ്റരുത്. എന്തായാലും ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കട്ടെ. ഭാമേ, ഏട്ടാ, എന്തായാലും നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഒരു കുഞ്ഞിനെ തരാൻ വേണ്ടി മാത്രമേ അവൾ ഇവിടെ കഴിയുള്ളൂ. അത് കഴിഞ്ഞാ പിന്നെ അവളിവിടെ ഉണ്ടാവില്ല. നീ കരയാതെ. നിന്റെ സ്ഥാനത്ത് വേറെ ഒരുത്തിക്കും കേറാൻ കഴിയില്ല ഭാമേ. നീ ഒരിക്കലും വിഷമിക്കില്ല. വലതുകാലം വെച്ച് കേറുമോളെ.